1999 നവംബർ 11 ബാംഗ്ലൂർ ആശ്രമം ജ്ഞാനദളം 228. പരമമായ സ്നേഹത്തിലാകുക. മാതൃക എല്ലായ്പ്പോഴും പ്രചോദനമേകുന്നു. ജ്ഞാനം പ്രാവർത്തികമാക്കാനുള്ള ആത്മവിശ്വാസവും അത് നൽകുന്നു. മായാത്ത പുഞ്ചിരിയാണ് അതിന്റെ ലക്ഷണം. ചേതനയ്ക്ക് ദുഃഖമോ മരണമോ ഇല്ല, എങ്കിലും അതിലാണ് ആപേക്ഷികങ്ങളായ സംഭവങ്ങൾ ഒഴുകുന്നത്. സ്നേഹമില്ലാത്തപ്പോൾ അനാസക്തരാകാൻ എളുപ്പമാണ്. സമ്പൂർണമായ സ്നേഹത്തിലായിട്ടും അസ്വസ്ഥതയില്ലാതെ, കരുതലുണ്ടാകുമ്പോഴും വേവലാതിയില്ലാതെ സ്ഥിരതയുണ്ടെങ്കിലും പരിഭ്രാന്തിയില്ലാതെ നിലകൊള്ളുന്നത് ആത്മാവ് ഉള്ളിൽ പ്രകാശിക്കുന്നതിന്റെ വ്യക്തമായ ലക്ഷണങ്ങളാണ്. അമ്മയ്ക്ക് അന്ത്യോപചാരം. ഗുരുദേവ് പുണ്യനഗരമായ വാരാണസിയിൽ കാൽ കുത്തിയ സമയത്ത് ഗുരുദേവന്റെ മാതാവ്, ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മ, ശാന്തവും ധ്യാനാത്മകവുമായ ഒരു അവസ്ഥയിൽ നവംബർ മാസം 9-ാം തീയതി ഉച്ചയ്ക്ക് 1 മണിക്ക് ശരീരം ഉപേക്ഷിച്ചു. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഗുരുദേവ് ഇത് പ്രവചിച്ചിരുന്നു. ദുഃഖത്തിന്റെ കണിക പോലുമില്ലാതെ സ്നേഹത്തിന്റെ ആഴം മാത്രം അറിയാൻ സാധിച്ച അത്ഭുതകരമായ അനുഭവമായിരുന്നു ഗുരുദേവിന്റെ ചുറ്റുമുണ്ടായിരുന്നവർക്ക്. മുമ്പെങ്ങും അനുഭവിക്കാത്ത ജ്ഞാനത്തിന്റെ ആഘോഷമായിരുന്നു അത്. വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്തും ഗുരുദേവ് ആളുകളെ കാണുകയും അതേ പുഞ്ചിരിയോടെ സത്സംഗിൽ പങ്കെടുക്കുകയും ചെയ്തു. എല്ലാവർക്കും മാതൃനിർവിശേഷമായ സ്നേഹം പകർന്ന അമ്മ ജീവിതകാലം മുഴുവൻ സ്നേഹത്തോടെയും നർമ്മത്തോടെയും ചലനാത്മകതയോടെയും പരിചരിച്ചുകൊണ്ടിരുന്നു. അമ്മയ്ക്ക് ഗുരുദേവിനോടുള്ള സ്നേഹത്തിന് സമാനതകളില്ലായിരുന്നു. മാത്രമല്ല, തനിമയാർന്ന ഒരു ബന്ധമായിരുന്നു അവർക്ക് ഗുരുദേവുമായി ഉണ്ടായിരുന്നത്. അദ്ദേഹം അവർക്ക് മകൻ മാത്രമായിരുന്നില്ല, വഴികാട്ടി കൂടിയായിരുന്നു. 100 കണക്കിന് ആളുകൾ ജയ് ജയ് രാധാരമണ പാടി അമ്മയെ യാത്രയാക്കി. അമ്മയുടെ ഭൗതിക അവശിഷ്ടങ്ങൾ ഡൽഹിയിലേക്ക് കൊണ്ടുവരികയും ഗുരുദേവ് അവരോടൊപ്പം ഹരിദ്വാറിലേക്ക് പോവുകയും ഭൗതിക അവശിഷ്ടങ്ങൾ അവിടെ ഗംഗാനദിയിൽ നിമജ്ജനം ചെയ്യുകയും ചെയ്തു. അമ്മയുടെ ഭൗതിക അവശിഷ്ടങ്ങളിൽ നിന്ന് കുറച്ചെടുത്ത് കാവേരി നദിയിലും നിമജ്ജനം ചെയ്തു. കാവേരിയുടെ തീരത്താണ് അമ്മ വളർന്നത്. നവംബർ 9-ാം തീയതി വാരാണസിയിലെ വിശാലാക്ഷി ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിനത്തിൽ ഗുരുദേവായിരുന്നു മുഖ്യ അതിഥി. 2 മാസം മുമ്പാണ് ഗുരുദേവിന് ഇതിനുള്ള ക്ഷണം ലഭിച്ചത്. 73 വർഷം മുമ്പ് ഗുരുദേവിന്റെ മുത്തച്ഛൻ ഇവിടെ എത്തി പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിന് അമ്മയെ പുത്രിയായി ലഭിക്കുകയും ചെയ്തു. അമ്മ സ്വർഗപ്രാപ്തി നേടിയ അതേ ദിവസം തന്നെ അമ്മയ്ക്ക് സ്വന്തം പേര് കിട്ടിയ അതേ പുരാതന പ്രതിഷ്ഠയെ ഗുരുദേവ് പുനഃപ്രതിഷ്ഠിച്ചപ്പോൾ സൃഷ്ടി അതിന്റെ ഉറവിടത്തിലേക്ക് തിരിച്ചുപോയി. ആർട്ട് ഓഫ് ലിവിംഗ് കുടുംബം അമ്മയോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. അമ്മയുടെ അനുഗ്രഹങ്ങൾ കാംക്ഷിക്കുകയും ചെയ്യുന്നു. നവംബർ 21-ന് അമ്മയുടെ സ്മരണയ്ക്കായി സത്സംഗുകൾ നടത്താൻ ആർട്ട് ഓഫ് ലിവിംഗ് ചാപ്റ്ററുകളോട് അഭ്യർത്ഥിച്ചു. ജീവിതം മാത്രമല്ല, മരണവും ആഘോഷമാക്കാം എന്നത് ഈ സംഭവത്തിലൂടെ ആർട്ട് ഓഫ് ലിവിംഗ് ലോകത്തിന് കാണിച്ചു കൊടുത്തിരിക്കുന്നു. ജയ് ഗുരുദേവ്.